ഹലോ, ജുജുമാസ് കിച്ചൻ ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോമ്പൊക്കെ വരികയാണല്ലോ അല്ലേ? അപ്പം നമുക്ക് പയ്യെ നോമ്പിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ആവിയിൽ വേവിച്ചെടുത്ത കുറച്ച് റെസിപ്പീസിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു റെസിപ്പി ആയിട്ട് തന്നെയാണ്. ഈ ഒരു ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ കറിയൊന്നും തന്നെ ആവശ്യമില്ല. കാര്യം നമ്മൾ ഈ ഒരു അടയുടെ ഉള്ളിൽ, അട എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം അത് നൂലടയാണ്. ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ബീഫ് വെച്ചിട്ടുള്ള ഒരു സ്റ്റഫ് ചേർത്തിട്ടുണ്ട്. സോ നമുക്ക് വേറൊരു കറിയുടെ ആവശ്യമേ ഇല്ല. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നൂലടയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് 1.5 കപ്പ് അരിപ്പൊടി വേണം. 1.5 കപ്പ് അരിപ്പൊടി വെച്ചിട്ട് നമ്മൾ നൂലപ്പം പോലെ ഉണ്ടാക്കാനാണ് പോകുന്നത്. പക്ഷേ കുറച്ച് പ്രത്യേകതകളുണ്ട്. സോ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. 1.5 കപ്പ് അരിപ്പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് മാത്രം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും മാവ്. നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കുമ്പോഴാണ് നമ്മുടെ ഈ നൂലപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. നൂലപ്പം പച്ചവെള്ളത്തിൽ കുഴയ്ക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. അത് കഴിയുമ്പോൾ ഭയങ്കര ഹാർഡായിട്ട് വരും. ഇങ്ങനെ തിളച്ച വെള്ളത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കുന്നതെന്നുണ്ടെങ്കിൽ നൂലപ്പം ഒരുപാട് സമയത്തേക്ക്, നോർമലി നൂലപ്പം ഉണ്ടാക്കുന്ന കാര്യം ഞാൻ പറയുന്നത് കേട്ടോ, കുറേ സമയത്തേക്ക് നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ ഡൗ ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടെയും നമ്മൾ അതേപോലെ നൂലപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഡൗ കുഴച്ചെടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണയും തിളച്ച വെള്ളവും ചേർത്തിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള ഡൗ ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതേപോലെ ഒട്ടിപ്പിടിക്കാണ്ട് നല്ല സോഫ്റ്റായിട്ട് വിട്ടുപോരുന്ന രീതിയിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മൾ കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ ബീഫിനെ വേവിച്ച് ഒന്ന് ക്രഷ് ചെയ്തിട്ട് മാറ്റി വെക്കണം. ഇനി ഒരു സവാളയും 2-3 പച്ചമുളകും, ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് ഡ്രൈ ആവുന്ന സമയത്ത് ഈ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ബീഫ് ക്രഷ് ചെയ്തത് ഇത് നോർമലി നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അതുകൊണ്ടാണ് അത് ഓരോന്നും മസാലപ്പൊടി ഇടുന്നതും അതൊന്നും കാണിക്കാത്തത്. അപ്പോൾ ഇതേപോലെയാണ് നമ്മളിതിൻ്റെ മസാല ചേർത്ത് കൊടുക്കുന്നത്. മസാല ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് നോക്കിയിട്ട് കുറച്ച് ഉപ്പും എന്തെങ്കിലും പൊടികൾ ചേർക്കാനുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പം നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് വലിയ ജീരകം പൊടിച്ചത്, പിന്നെ കുറച്ച് ഗരം മസാല, കുറച്ച് പെപ്പർ പൗഡർ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും സവാളയ്ക്കൊക്കെ ആവശ്യമായിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില നല്ല കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അത് നല്ല കുറച്ചൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതവിടെ മാറ്റി വെച്ചു. ഇനി നമ്മൾ നൂൽ അട ഉണ്ടാക്കാനാണ് പോകുന്നത്. അതിലേക്ക് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മുടെ നൂലപ്പത്തിൻ്റെ അച്ചിലേക്ക് മാവ് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. കുറച്ചൊന്ന് വെറ്റായിട്ടാണ് ഡൗ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി ഈസി ആയിട്ട് നമുക്ക് ഒരു അച്ചിൻ്റെ അകത്തുനിന്ന് നൂലായിട്ട് തന്നെ വേഗം വിട്ട് കിട്ടും. അധികം ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരില്ല. എന്നിട്ട് നമ്മൾ ഈ അടയുടെ ഒരു പരുവത്തിൽ ഇങ്ങനെ നീക്കി ഇതുപോലെ ചുറ്റി കൊടുക്കുക. നമ്മൾ നൂലപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഒറ്റ സ്ഥലത്തു നിന്നല്ലേ ചുറ്റുക. ഇത് ഈ ഇല മൊത്തത്തിലാവുന്ന പോലെ ഇതിനെ ഒന്ന് നല്ലപോലെ ചുറ്റി കൊടുക്കുക. ഇലയിൽ കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. അങ്ങനെ ഇതേ ഷേപ്പിലാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഈ ഫില്ലിങ് ചേർത്ത് കൊടുക്കുക. ഓൾമോസ്റ്റ് സെൻറ്ററായിട്ടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇതുപോലെ അടച്ചിട്ട്
3 സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ പ്രസ് ചെയ്യാനുള്ളൊരു ഗ്യാപ്പാണ് ആക്ച്വലി നമ്മൾ അവിടെ അങ്ങനെ കൊടുക്കുന്നത്. എന്നിട്ട് ഒരു സൈഡ് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഇല വീണ്ടും നിവർത്തിയിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒന്നുകൂടെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു സാൻഡ്വിച്ച് പരുവത്തിൽ ആയിട്ടുണ്ടാവും അട. എന്നിട്ട് ഇതേപോലെ മടക്കുക. ഇതുപോലെ മടക്കിയിട്ട് അതാണ് നമ്മൾ സ്റ്റീം ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ പറയാം. നമ്മൾ ഇതുപോലെ ഇല എടുക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുക്കുക. എന്നിട്ട് നൂലപ്പത്തിൻ്റെ അച്ച് വെച്ചിട്ട് ഇതുപോലെ തലങ്ങും വിലങ്ങും അങ്ങനെ നൂലപ്പം പോലെ ചുറ്റിയെടുക്കുക. ഓൾമോസ്റ്റ് ഇല ഫുള്ളാക്കിയിട്ട് ചുറ്റിയെടുക്കുക. എന്നിട്ട് സെൻറ്ററിൽ വെക്കുക. ഒരു തവണ ഒന്ന് മടക്കുക, ഇല നിവർത്തുക, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഒന്നുകൂടെ മടക്കുക. അങ്ങനെ ഒരു സാൻഡ്വിച്ച് പരുവാകുമ്പോൾ ഇല ഇതുപോലെ ചുറ്റിയെടുക്കുക. ഇതാണ് ഇങ്ങനെ എല്ലാം തന്നെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് സ്റ്റീമറിൽ വെച്ചിട്ട് ആവി കയറ്റുകയാണ് ചെയ്യുന്നത്. ഇതൊരെണ്ണം കഴിച്ചാൽ മതി ഒരു നേരത്തേക്ക്. അത്യാവശ്യം നല്ല ഫില്ലിംഗ് ആയിരിക്കും. അങ്ങനെ ഇതിനെ ആവി കയറ്റി വേവിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആവി കയറ്റിയിട്ട് വേവിച്ചെടുത്ത് ലാസ്റ്റ് ഇലയുടെ കളറൊക്കെ മാറി അട വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് തണുത്ത ശേഷം, അതായത് ഒരുപാട് തണുത്തിട്ടല്ല, ഒന്ന് ചൂടാറുന്ന സമയത്ത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇല ഓൾമോസ്റ്റ് അതൊന്ന് സെറ്റായിട്ടുണ്ടാവും. പെട്ടെന്ന് തന്നെ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും ഓപ്പൺ ചെയ്ത് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടി. അപ്പോൾ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതുപോലെ പെർഫെക്റ്റായിട്ട് ഇലയുടെ ഉള്ളിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ അകം ഇരിക്കുന്നത് ഇതേപോലെ ബീഫ് കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ മസാല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്. പക്ഷേ ഞങ്ങൾക്കിഷ്ടം ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കഴിക്കാനാണ് കേട്ടോ. ഇത് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കാൻ ഒരു പ്രത്യേക സ്വാദാണ്. അത് അങ്ങനെ കഴിച്ച് തന്നെ നോക്കണം. വെറുതെ ഇങ്ങനെ അട പോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ നമ്മൾ തേങ്ങാപ്പാൽ അതിൽ മുക്കിയിട്ട് നല്ല കുതിർത്തി തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. അതുപോലെ തന്നെ നിങ്ങൾ കഴിച്ച് നോക്കണം കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയൊന്ന് കഴിച്ച് നോക്കുക. ഇപ്പോൾ നോമ്പൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഓരോ ദിവസം എന്തൊക്കെ ഉണ്ടാക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉള്ളപ്പോൾ, പ്രത്യേകിച്ചും ഇപ്പോൾ എല്ലാവരും അധികം ഇങ്ങനെ വറുത്ത് പൊരിച്ച സാധനങ്ങളൊന്നും കഴിക്കാതെ വേവിച്ച ഐറ്റംസിൻ്റെ റെസിപ്പീസ് നോക്കി നടക്കുകയാണ്. അപ്പോൾ നിങ്ങളിത് സേവ് ചെയ്ത് വെച്ചോളൂ. നമുക്ക് ഇതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നോമ്പിനൊക്കെ നമുക്കിത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്